OP13 OP14 ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ പ്രീവിയസ് വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. OP13 ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന OP14 എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് OP14 OP13 ബീറ്റ് ചെയ്യുമെന്ന്? വൺ പീസ് TCയിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് സെറ്റ് OP13 ഞാൻ നേരെ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ OP13 OP14 ഓവർടേക്ക് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്. വെറുതെ ഞാൻ പറയുക, അതിന് കുറേ കാര്യങ്ങളുണ്ട്. സോ ഈ വീഡിയോ മൊത്തത്തിൽ കാണുമോ, എൻ്റെ റീസൺസ് എല്ലാം കേൾക്കുമോ, അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയുമോ ഞാൻ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ പീസ് TC ഓപ്പണിങ്സും വൺ പീസ് തിയറീസും അതുപോലെ തന്നെ വൺ പീസ് റിലേറ്റുള്ള കണ്ടൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. സോ നമുക്കെല്ലാവർക്കും അറിയാം OP13 എന്താണ് നമ്മുടെ വൺ പീസ് TCയുടെ 3rd ആനിവേഴ്സറി. കാരണം വൺ പീസ് TC ഇറങ്ങി 3ാമത്തെ വർഷമാണ് OP13 ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർ 3 ബ്രദേഴ്സിൻ്റെ തീമിലാണ് OP13 ക്രിയേറ്റ് ചെയ്തത്. നോർമലി ഒരു ബൂസ്റ്റർ ബോക്സിനകത്ത് അല്ലെങ്കിൽ നോർമലി ഒരു സെറ്റിനകത്ത് 125 തൊട്ട് 127 കാർഡ് വരെയാണ് വരുന്നത്. OP13 വന്നപ്പോൾ അത് കുറേ സ്പെഷ്യൽ ആനിവേഴ്സറി കാർഡ്സും റെഡ് മാംഗോ കാർഡ്സും വന്നുകൊണ്ട് OP13 133 കാർഡ്സ് മൊത്തത്തിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇപ്പോൾ നമ്മൾ OP12 തൊട്ട് അല്ലെങ്കിൽ OP1 തൊട്ട് OP10 12 വരെ നോക്കുവാണെങ്കിൽ അത് 125-127 കാർഡ്സേ കാണത്തുള്ളൂ. അതാണ് നോർമൽ. അധികം കുറച്ച് മാറ്റങ്ങളാണ് OP13 വരുത്തിയത്. പക്ഷേ OP14 വന്നപ്പോൾ OP14 165 166 കാർഡുണ്ട്. അതിനും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, OP14 OP14 ആൻഡ് EBO4 ഒരു ഫസ്റ്റ് ഹാഫാണ് അതിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് സെറ്റ് ആകുമ്പോൾ നമ്മളിപ്പോൾ ജാപ്പനീസ് വാങ്ങിക്കുന്നവർക്ക് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജാപ്പനീസിൽ OP14 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു സെറ്റിനകത്ത് മൊത്തവും കാർഡ്സിൻ്റെയും എണ്ണം കൂടി. അങ്ങനെ കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോ പറഞ്ഞു, നമുക്ക് ആകെ ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, പുൾ റേറ്റ്സ് അല്ലെങ്കിൽ ഹിറ്റ് റേറ്റ്സിനെ ബുദ്ധിമുട്ട്. ഹിറ്റ് റേറ്റ്സ് ഞാൻ പറയുമ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹിറ്റും കിട്ടത്തില്ലെന്നല്ല, നിങ്ങൾക്ക് ഹിറ്റ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളൊരു ബൂസ്റ്റർ ബോക്സ് വാങ്ങിച്ച് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഗ്യാരണ്ടി ഹിറ്റ്സ് കിട്ടും. പക്ഷേ സ്പെസിഫിക് ഹിറ്റ്സ്, ഉദാഹരണത്തിന് ഇപ്പം ഈ മാംഗ മീഹോക്ക് വീട് ആനിവേഴ്സറി ബുഗി കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ബോആർ SP അല്ലെങ്കിൽ മീഹോക്കിൻ്റെ SP അങ്ങനെ SP കാർഡ്സ് ഒക്കെ വിട്ടത്. SP കാർഡ്സ് ഒക്കെ നമ്മളെ ലക്ക് കൂട്ടിക്കും. ഒരു ഫുൾ കേസ് വാങ്ങിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും 2 SP അല്ലെങ്കിൽ ഒരു മാംഗ കിട്ടാനുള്ള ചാൻസ് അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നോർമൽ SR കാർഡ്സ്, നോർമൽ ആൾട്ട് ലീഡർ കാർഡ്സ് അല്ലെങ്കിൽ നോർമൽ ആൾട്ട് കാർഡ്സ്, ഇതൊക്കെയാണ് ഞാൻ ഹിറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ബൂസ്റ്റർ ബോക്സ് വാങ്ങിയ വ്യക്തിക്ക് നേരത്തെ ഇപ്പോൾ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യണം, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെറ്റിലെ ഫുൾ SR കാർഡ്സ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇപ്പോൾ ഒന്ന് പോട്ടെ, നമുക്ക് 2 ആയിക്കോട്ടെ, 2 ബൂസ്റ്റർ ബോക്സ് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാ SR കാർഡും കിട്ടിയിരിക്കും. അങ്ങനെ വരത്തുള്ളൂ. ബട്ട് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ TCG ഓപ്പണിങ്സ് കാണുമ്പോൾ ഞാൻ പലരുടെയും ഓപ്പണിങ്സ് കാണും. എനിക്കിഷ്ടമാണ് ഓപ്പണിങ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാത്രം വീഡിയോ കാണുന്ന വ്യക്തികൾ എല്ലാവരുടെയും വീഡിയോ കാണും. ഇംഗ്ലീഷ് ചാനൽസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ്ലി ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചാനൽസിന് ഫോളോ ചെയ്തപ്പം അവരുടെ എല്ലാ ഓപ്പണിങ്സ് ഞാൻ കണ്ടു. ഒരാൾ 120 പാക്ക് 120 എന്ന് പറയുമ്പോഴേക്കും 4 ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഡോഫ്ലിമംഗയുടെ ഒരു SR കാർഡ് കിട്ടിയത്, ഒരു സ്പെഷ്യൽ റെയർ കാർഡ്. വെറും 250 രൂപ വരെയുള്ള ഒരു കാർഡ്. അതിനു വേണ്ടിയല്ല, അത് ചേസ് ചെയ്യാൻ വേണ്ടിയല്ല പുള്ളി ഇത്രയും പാക്ക് ഓപ്പൺ ചെയ്തത്, ജസ്റ്റ് ഓപ്പൺ ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ 120 പാക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് അയാൾക്ക് ഒരു നോർമൽ സ്പെഷ്യൽ റെയർ കാർഡ് കിട്ടിയത്. ഡോഫ്ലിമംഗയുടെ. അതായത് പുള്ളി ഒരു ഡോഫ് ഫാനുമായിരുന്നു. അപ്പോൾ പുള്ളി ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്നിട്ട് അത് ഒരു സെക്കൻഡ് ഞാനും അതുകൊണ്ട് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് അയാളും ചിന്തിച്ചത് അയാൾക്ക് വേണ്ടുന്ന സ്പെസിഫിക് SR കാർഡ് കിട്ടാൻ വേണ്ടി 4 ബൂസ്റ്റർ ബോക്സ് വെറുതെയുള്ള പാക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടാണ് എൻ്റെ ഒരു കൺസേൺ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് ബോക്സ് ഓപ്പൺ ചെയ്യാറുണ്ട്, എനിക്ക് ഹിറ്റ്സ് കിട്ടാറുണ്ട്. കിട്ടുന്ന ഹിറ്റ്സ് എല്ലാം എനിക്ക് ഇഷ്ടമാവുന്നില്ല, എല്ലാ ഹിറ്റും ഞാൻ കീപ്പ് ചെയ്യാറില്ല. കാരണം എൻ്റെ ഫേവറേറ്റ് കാർഡ്സ് മാത്രമാണ് എൻ്റെ ബൈൻഡറിലോട്ട് പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ എവിടെയും കൊണ്ട് വിൽക്കുകയോ TC സെൻറ്ററിൽ പോയി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കളക്ഷൻസ് കാർഡ് ഇവൻസിന് പോകുമ്പോൾ ഞാൻ വീട്ടിൽ പൈസ ആക്കിയിട്ട് അത് ഞാൻ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് നമുക്ക് എല്ലാ കാർഡ്സും നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും അഫോർഡബിളും അല്ലാതെ ബുദ്ധിയുള്ള കാര്യമല്ല. അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും എനിക്കിഷ്ടമുള്ള കാർഡ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഓരോരോ ടൈപ്പ് കാർഡ്സാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ബാക്കിയുള്ള ആൾക്കാരും അവർക്ക് ഇഷ്ടമുള്ള കാർഡ് ചേസ് ചെയ്യാൻ വേണ്ടി ഈ പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാംഗോ എഡിഷൻ കാർഡ് അല്ലെങ്കിൽ ഒരു SP ആനിവേഴ്സറി കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്, പാടാണ്. പക്ഷെ നമ്മൾ ഇത്രയും പാക്സും ഇത്രയും ബോക്സസും ഓപ്പൺ ചെയ്തിട്ട് പോലും നമുക്ക് വേണ്ട ഒരു ആൾട്ട് ലീഡറോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഓൾട്ട് റെയർ കാർഡോ അല്ലെങ്കിൽ ഒരു ഓൾട്ട് SR കാർഡോ കിട്ടിയെന്ന് പറയുമ്പോഴേക്കും അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും ഇനി കൂടുതൽ പാക്സ് വാങ്ങിക്കും, കൂടുതൽ ബോക്സസ് വാങ്ങിക്കും. ഇത് തന്നെ ആയിരിക്കണം ബാൻഡായി ഉദ്ദേശിച്ചത്. കാരണം ബാൻഡായി ആണ് വൺ പീസ് TCG ക്രിയേറ്റ് ചെയ്യുന്നത്. വൺ പീസ് TCG മാത്രമല്ല, അവർ വർഷങ്ങളായിട്ട് അവർ TCG ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് TCGs ഉണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് മോസ്റ്റ് ബിഗ്ഗസ്റ്റ് TCG ഇപ്പോൾ വൺ പീസ് ആണ്. അത് പ്രീവിയസ് 4 മാസത്തിലാണ് വൺ പീസ് ഇത്രയും വളർന്നത്. 4 ഒരു 6 മാസം നോക്കി, 6 മാസം കൊണ്ട് വൺ പീസ് ഇത്രയും വളർന്നു. ഇതിന് മുന്നേ OP09 ഇറങ്ങി, OP05 ഇറങ്ങി. OP05 നിങ്ങൾക്ക് ഗിയർ 5 ലൂഫി അറിയാമല്ലോ. ഗിയർ 5 ലൂഫിയുടെ മാംഗോ കാർഡ് ഭയങ്കര ഒരു ഹൈപ്പുള്ള കാർഡാണ്. റീസെൻ്റ്ലി അതിൻ്റെ ബ്ലാക്ക് ലേബൽ കാർഡ് എത്രയോ $1 മില്യൺ വിറ്റ് പോയത്. അതുകൊണ്ട് തന്നെ OP19 ഒരുപാട്
മാംഗോ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ OP19 നല്ല ഡിമാൻഡുണ്ട്. അത് കഴിഞ്ഞപ്പോൾ OP13 ഇറങ്ങി. OP13 ഇറങ്ങിയതോടെ ഇറ്റ്സ് ചേഞ്ച്ഡ് എവറിത്തിങ്. വൺ പീസ് TCGയുടെ ഒരു ഹിസ്റ്ററി തന്നെ OP13 മാറ്റിക്കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അതുവരെ എന്താണ് കുഴപ്പമില്ല, കളക്ടേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് OP13 ഇറങ്ങി, റെഡ് മാംഗോ ലൂഫി ഇറങ്ങി, അവിടെ തീർന്നു. അവിടെയാണ് എല്ലാം തിരിയുന്നത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന കളക്ടേഴ്സിന് കാർഡ് കിട്ടും. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ചുമ്മാ ചെല്ലും, പാക്ക് വാങ്ങിക്കും, തിരിച്ചു വരായിരുന്നു. ഇപ്പം എനിക്ക് ഈ കാർഡുകൾ കിട്ടാനില്ല, പാക്സ് കിട്ടാനില്ല, തെണ്ടുമാണ് നടന്നത്. ഓരോ TC സെൻറ്ററിൽ പോവും, അവർ TC സെൻറ്റേഴ്സിൽ പോവും, പാക്ക് കിട്ടാനില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് 2 ആഴ്ച ഞാൻ പലയിടത്തും പോയിട്ട് എനിക്ക് ഒരു പാക്ക് പോലും കിട്ടില്ല. പിന്നെ ഈ ബോക്സൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് എങ്ങനെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഒക്കെ ഞാനങ്ങ് ഒപ്പിക്കുവാണ്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും ബോക്സസ് കിട്ടുന്നില്ല, പാക്സ് കിട്ടുന്നില്ല, ഇത്രയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റ് സംഭവിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് എൻ്റെ റീസൺസ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു OP14 OP13 ബീറ്റ് ചെയ്യുന്നത്. OP13 ഏറ്റവും വലിയ ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പറയുമ്പോഴേക്കും 3 റെഡ് മാംഗോ കാർഡ്സ് ആയിരുന്നു. റെഡ് മാംഗോ ഏസ്, റെഡ് മാംഗോ സാബോ, റെഡ് മാംഗോ ലൂഫി. ഈ 3 കാർഡ്സുമാണ് വൺ പീസ് TCGയെ മൊത്തത്തിൽ ചെയ്തത്. അതുപോലത്തെ ഒരു കാർഡ്, അതുപോലത്തെ ഒരു പുള്ള OP14 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മാംഗോ മീഹോക്കിൻ്റെ കാർഡ്സ് അടിപൊളിയാണ്. കാരണം ഇനിയിപ്പോൾ ഇനി ഒരു മീഹോക്ക് ബേസ് സെറ്റപ്പ് ഇറങ്ങുന്ന പറയാൻ പറ്റില്ല. മീഹോക്കിന് നല്ല ഫാൻ ബേസ് ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മീഹോക്കിൻ്റെ തന്നെ SP കാർഡ് നമ്മുടെ പോക്കിബോയ് TCG ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളി ഇത് നമ്മുടെ SP കാർഡ്, ഞാൻ ഈ പറഞ്ഞേക്കുന്നത് നോർമൽ ആൾക്കാർക്കൊക്കെയാണ് ഈ ഓൾട്ട് കാർഡും SP കാർഡൊക്കെ പുള്ളി ചെയ്യാൻ പാട്. പോക്കിബോയ് TCGക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളി വരും, പുള്ളി ഓപ്പൺ ചെയ്യും, പുള്ളിക്ക് ചേസ് കാർഡ്സ് കിട്ടും, നൈസായിട്ട് പുള്ളി ഇപ്പം അത് ഒരു ജിന്നാണ്. അത് ഈ നാട്ടിലുള്ള, അത് ഈ പ്ലാനറ്റിൽ നിന്ന് വരുന്നില്ല, പുള്ളി എന്ത് ഏലിയനാണ്. എപ്പോൾ വന്നാലും പുള്ളി ഓപ്പൺ ചെയ്യും, ചേസ് കാർഡ്സ് അടിക്കും. ബട്ട് ഐ എം വെരി ഹാപ്പി. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ചേസ് കാർഡ് കിട്ടിയല്ലോ, അത് പ്രത്യേകിച്ച് OP14. സോ ഐ എം വെരി ഗ്ലാഡ് ഫോർ ഹിം. സോ പോക്കിബോയ് TCG ഇത് വീഡിയോ കാണണ്ട, അത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും OP14 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ OP14 ഇൻവെസ്റ്റ് ചെയ്യാം. പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് ബൂസ്റ്റർ ബോക്സ് തന്നെ വാങ്ങിച്ച് വെക്കുക. കാരണം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചും ഇനി വരാൻ പോകുന്ന സെറ്റുകൾ വെച്ച് നോക്കുമ്പോഴും OP15 ഇറങ്ങാൻ പോകുന്നു, 16 ഇറങ്ങാൻ പോകുന്നു. ഇപ്പോൾ ഇതെല്ലാം ഉടനെ സംഭവിക്കും. OP15 OP16 വെച്ച് നോക്കുമ്പോൾ OP14 എന്തുകൊണ്ട് ഒരു മികച്ച സെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ മികച്ച സെറ്റാണ്. അതിൻ്റെ റീസൺസ് എല്ലാം ഞാൻ പറഞ്ഞു. ഇനിയും ഒരുപാട് റീസൺസ് വരാമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ മാറാൻ പോകണം. അപ്പോൾ നിങ്ങൾക്കൊണ്ട് പറ്റുമെങ്കിൽ OP14 നല്ല കുറച്ച് ബൂസ്റ്റർ ബോക്സസ് ഒക്കെ വാങ്ങിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ സിംഗിൾസ് വാങ്ങിച്ച് വെക്കുക, SP കാർഡ്സ് വാങ്ങിച്ച് വെക്കുക. കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്യുക, കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പുള്ളിയിൽ നിന്ന് ഏത് കാർഡായാലും, ഇപ്പോൾ SP കാർഡ് ആയിക്കോട്ടെ, മാംഗോ കാർഡ് ആയിക്കോട്ടെ, എന്ത് കാർഡായാലും BGSന് അയക്കുക. ബ്ലാക്ക് ലേബൽ 10 കിട്ടിക്കഴിഞ്ഞാൽ കീപ്പ് ഇറ്റ്. ദാറ്റ്സ് എ ഹോളി ഗ്രെയിൽ കാർഡ്. ഡോണ്ട് എവർ സെൽ എനി ഓഫ് ദോസ്. ബ്ലാക്ക് ലേബൽ 10ൻ്റെ വാല്യൂ ഇൻകറക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, PS ഗ്രേഡിങ് അറിയാം, BGS ഗ്രേഡിങ് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേഡിങ് സിസ്റ്റംസ് ഉണ്ട്, ടാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് വൺ പീസ് കളക്ഷൻസിനെ വെച്ച് നോക്കുമ്പോൾ വൺ പീസ് കളക്ഷനിൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും BGS 10 ബ്ലാക്ക് ലേബലിനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് ലേബൽ കാർഡ് കിട്ടുവാണെങ്കിൽ, ഒരു ബ്ലാക്ക് ലേബൽ ഒരു സ്ലാബ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ കീപ്പ് ഇറ്റ്. കൊടുക്കരുത്, വിൽക്കരുത്. നാളെ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റാനും വേണ്ടി അത്രയും ശക്തി കൊണ്ട് ഒരു TCG കളക്ഷൻ എന്നുള്ള ഒരു ഹോബിക്ക്. സോ നമ്മൾ ചുമ്മാ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമല്ല, നമ്മൾ ചുമ്മാ പൈസ കളയുമല്ല. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ അത് വാങ്ങിക്കും, ഇത് വാങ്ങിക്കും, നിങ്ങളെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബേർഡൻ വരുന്ന രീതിയിലുള്ള അഡ്വൈസ് തരുമല്ല. തീർച്ചയായിട്ടും കയ്യിൽ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ കാർഡുകൾ വാങ്ങിക്കാവുള്ളൂ, പാക്സ് വാങ്ങിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കീപ്പ് ചെയ്യും, ആവശ്യമില്ലാത്തത് ഞാൻ എന്ത് ചെയ്യും, സെല്ല് ചെയ്തത് പിന്നെയും പൈസ ആക്കിയിട്ട് പിന്നെയും എൻ്റെ കളക്ഷൻ ഞാൻ വലുതാക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഫ്യൂച്ചറിലായിട്ട് വാല്യൂ കൂട്ടും. നിങ്ങളിപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഈ പറഞ്ഞ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്, പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ പൈസ കൂടുമ്പോൾ അത് വിറ്റ് പൈസ ആക്കുക എന്നുള്ള കാര്യമാണ്. മണി ഈസ് എവറിത്തിങ് ഞാൻ പറയുന്നില്ല, കളക്ഷൻ ഹോബിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും കോപ്പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർമ്മ വിൽക്കുന്നതുകൊണ്ടൊന്നും പാടൊന്നുമില്ല. അത് മാത്രമല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടും ഇത് കരുതുന്ന ആൾക്കാരുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മുടക്കണം. അന്നേരം ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസ് തരുമല്ല. ആരും ഇത് കേട്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറയുന്നത് കയ്യിലുള്ള പൈസയിൽ ഇല്ലാത്ത പൈസ വാങ്ങിച്ച് ഇതൊന്നും കളക്ട് ചെയ്യാൻ പോകരുത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. OP13 OP14 എന്തുകൊണ്ടാണ് മികച്ചതാവുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ വന്ന് എല്ലാം കൂടി ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ അത് ആരുടെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ റൂമിൽ സംസാരിക്കുന്നത്, എനിക്കിതിനെക്കുറിച്ച് പറയാനൊരു വ്യക്തി ഒരു ഇവിടില്ല. ഇപ്പം ഞാൻ UK ഇപ്പം എനിക്ക് വൺ പീസ് TCG കളക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സും എനിക്കില്ല. ഈ ഹോബിയിലുള്ള ഒരാളെ എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ ഫ്രണ്ട്സ് ഇല്ലാത്ത വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ബട്ട് ഈ ഒരു ഹോബിയിൽ എനിക്ക് സംസാരിക്കാനും കൊളാബറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോലും എനിക്കിവിടെ അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ക്ലോസ് റൂമിൽ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വൺ പീസ് TCG കളിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റ്സ് കളിക്കാൻ ഞാൻ പോകുന്നുണ്ട്. ഇന്ന് OP14 പ്രീ റിലീസ് ഇവൻ്റാണ്. അപ്പോൾ ഇവൻറ്റിന് പോകാനെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും തോക്കും. അവിടെ 1 പ്ലെയേഴ്സൊക്കെയാണ്, ടൂർണമെൻറ്റ് വിന്നേഴ്സും ലീഗ് വിന്നേഴ്സൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മൾ ചെന്ന് ഫണ്ടിന് വേണ്ടി കളിക്കുന്നു, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ ലൈവ് വരും, ഐ ഡോണ്ട് നോ.
ലൈവ് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് എന്താണ് ഒരു പ്രീ റിലീസ് ഇവൻറ്റ്, റിലീസ് ഇവൻറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെക്കൂടെ പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരും വീഡിയോ എടുത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കളി ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കളി പഠിച്ചെന്നല്ല, കുറച്ചൊക്കെ അറിയാം, എന്നാലും ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും ആയിട്ടില്ല. TC സെൻറ്ററിൽ പോകുമ്പം പറ്റുമ്പോഴൊക്കെ ഞാൻ ലൈവ് വരാം. അപ്പം കളി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കെല്ലാം ഈ ഗെയിമിൽ പഠിക്കാൻ പറ്റും. ഞാൻ കളി പഠിച്ചു തുടങ്ങിയതുകൊണ്ടും ഈ 1B TCG കളിച്ചു തുടങ്ങിയത് ഞാൻ പറയുകയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഈസിയാണ്. അതുമാത്രമല്ല കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. നിങ്ങൾ ഇപ്പം കളക്ഷൻ മാത്രമല്ല 1B TCG എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കളിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. കാരണം നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും കളിക്കാനും കളി പഠിപ്പിക്കാനും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ടൊരു പ്രോ ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ ടിപ്സ് തരാത്തതും. സോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇനി തൊട്ട് ഞാൻ പ്രാക്ടീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഗെയിം കളിക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ ചെന്ന് അവിടെ ഇപ്പം റീജിയണൽ പ്ലേയേഴ്സൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ കളിക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ലൈവ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ കാണാൻ പറ്റുന്നത് കാണുക. കളി പഠിക്കണം എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്, പിന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ പോകുമ്പോൾ 1B മാസ്റ്റർ സൈനിങ് ഓഫ്. എല്ലാവർക്കും OP14 നല്ല ഹിറ്റ്സ് ഇട്ടട്ടെ, നല്ല കളക്ഷൻസ് എല്ലാവരും കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഗിവ് അവേസ് ഒന്നും മറക്കണ്ട, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഉടനെ ഞാൻ ഗിവ് അവേ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ഗിവ് അവേ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് സ്റ്റഫ്. ഒരു നല്ല കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം പേഴ്സണലി എല്ലാവരെയും കമ്പൈൻ ചെയ്തൊരു കാർഡ് ഇവൻറ്റോ കാർഡ് ഷോ നമ്മുടെ നാട്ടിൽ നടത്തണം, ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. എല്ലാവരും അതിന് സഹകരിക്കണം, എല്ലാവരും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സംഭവിക്കുന്നത് പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുകൊണ്ട് തന്നെ ഈ TCG ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവർക്കും വരാനും TCG സെല് ചെയ്യാനും വാങ്ങിക്കാനും ട്രേഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ എൻ്റെ ഈ കമ്മ്യൂണിറ്റി വളർന്ന കൂട്ടും ബാക്കി നമ്മുടെ നാട്ടിലൊക്കെ 1B TCG കമ്മ്യൂണിറ്റി വളർന്ന കൂട്ടൊക്കെ ഇരിക്കും. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അടുത്ത വീഡിയോ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് വീഡിയോ ആണ്. ഇതുകൂട്ട് ലാഗ് അല്ലെങ്കിൽ ഇതുകൂട്ടൊരു ബോറിംഗ് വീഡിയോ ആയിരിക്കത്തില്ല. സോ sorry for the lag guys, and thank you for watching. Bye bye.